നാം കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുക. ഞാൻ ചില ദിവസങ്ങൾ നാം ദൈവസന്നിധിയിൽ അല്പമായും മുഴുവനായും ഭാഗികമായും ഒക്കെ ഇരുന്നവരുണ്ട്. ശക്തമായ ദൈവിക ആലോചനകളാൽ ദൈവം നമ്മളെ ശക്തീകരിച്ചു, ദൈവം നമ്മളെ ബലപ്പെടുത്തി. ഉയർപ്പിൻ്റെ പകൽക്കാലം ദൈവപാദപ്പെടുത്തി നാം കർത്താവിനെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ പുറമെയുള്ള കണ്ണ് അടഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്തെ കണ്ണ് ഉയരത്തിലേക്കൊന്ന് നോക്കാമോ? അല്പസമയത്ത് മറ്റു ചിന്തകളൊക്കെ ഒഴിഞ്ഞ് ആ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ഓർത്ത്, അവൻ്റെ ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ അതരങ്ങളെ തുറന്ന് സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. പാട്ടുകൾ നാം പാടാൻ പോകുകയാണ്. അതിനു മുമ്പ് നമ്മുടെ വായുകളെ തുറന്ന് അവൻ ചെയ്ത നന്മകളെ ഓർത്ത് ആരാധനയെക്കുറിച്ച് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വായിച്ചത്: ഐ എം നോട്ട് വർഷിപ്പിംഗ് ഹിം ബിക്കോസ് ഓഫ് വാട്ട് ഹി വിൽ ഡു ഫോർ മീ, ബട്ട് because of what he is to me. ദൈവം എനിക്ക് എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, എനിക്ക് ദൈവം ആരാണെന്നുള്ളത് കൊണ്ടാണ്. ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ലോകത്തിൽ നാം കടംപെട്ടിരിക്കുന്നത്, നാം നന്ദിയുള്ളവരാകുന്നത് നമുക്ക് ലഭിക്കുന്ന പ്രവർത്തികളുടെ അനുസരിച്ചാണ്. എന്നാൽ ആ വ്യക്തികളെ കണ്ടല്ല നാം അവരോട് നന്ദിയുള്ളവരായിരിക്കുന്നത്. അവർ ചെയ്യുന്ന പ്രവർത്തികൾ മനുഷ്യൻ്റെ ഇടയിൽ അങ്ങനെയാണ്. എന്നാൽ സർവകൃപാലുവായ ദൈവം, നാം അവനോട് നന്ദിയുള്ളവരായിരിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി എന്താണെന്നുള്ള ബന്ധത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായി ഈ പകൽക്കാലം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആരാധനയെക്കുറിച്ച് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നൊരു വാക്യമുണ്ട്, 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം: അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യനെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ യോഗ്യനാണ് യുവൈതലേ. ആമേൻ, സ്തോത്രം. അവൻ നമ്മൾ ആരാധിപ്പാൻ യോഗ്യനാ. സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്യമുണ്ട്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അടുത്ത വായിക്കുന്നത്: എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ അല്പസമയം നമ്മൾ ദൈവത്തിന് നന്ദി കരറ്റാൻ പോകുകയാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, നാം ഒരുപക്ഷെ നമ്മൾ ഫിസിക്കലായി ഇവിടെ ആണെങ്കിലും നാം നമ്മുടെ ഉയരത്തിലേക്കൊന്ന് കാണട്ടെ. ആ ദൈവ തേജസ് ഒന്ന് കണ്ടും മടങ്ങിപ്പോകുവാൻ എത്ര പേർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. അടുത്ത ഇങ്ങനെ പറഞ്ഞ: നന്മനെ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഈ ഒരാഴ്ച നടത്തിയത് കൊണ്ട് മാത്രമല്ല, നമ്മെ ഒരു ലോകത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ദൈവമാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ട ദൈവമാണ്. ആ ദൈവത്തെ ഈ പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നിവ പറഞ്ഞതുപോലെ ദൈവം ചെയ്ത നന്മകൾക്കൊക്കെ സ്തുതിച്ചോ. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി എന്താണ്, അവൻ എനിക്ക് ആരാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമുക്ക് അല്പസമയം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഉപവാസത്തോടൊക്കെ ആയിരുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന വാക്യം, ഇന്നലെ ഞങ്ങളുടെ ഭവനത്തിൽ ദൈവദാസൻ ദൈവത്തിൻ്റെ മനസ്സവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ആ വാക്കിങ്ങനെ ഉടക്കി.
ഇവിടെ പറയുന്നത് ഉറക്കം നിലവിളിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഉപവാസങ്ങളൊക്കെ അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ളത് പോയിട്ട് ഉപവാസമേ നമ്മുടെ സഭകളിലൊന്നും ഇന്നില്ല, ചുരുക്കമാണ്. അങ്ങനെയെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയം നുറുക്കത്തോടെ. നമ്മൾ ആരും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒന്നുമല്ല ദൈവമക്കളെ. ആമേൻ. താഴ്മയോടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പണത്തോടെ, ആമേൻ കർത്താവേ, ഈ പകൽക്കാലം ആ ദൈവ സാന്നിധ്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അനുഭവിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സമർപ്പണത്തോടെ ആമേൻ സ്തോത്രം പാട്ടുകൾ പാടി നമുക്ക് ആരാധിക്കാം. പഴയ പാട്ട്, നല്ല അനുഗ്രഹിക്കപ്പെട്ട പഴയ വരികൾ, ദേവദാസന്മാർ എഴുതിയ വഴികളാണ്. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. വാഴ്ത്തുക നീ
നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു. നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ അരുൾക അരുൾക ദിവ്യഗീതത്തെ നീ കാട്ടുക കർത്താവേ, ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. ഏലിയ എലീശാ ചെയ്തതാ എല്ലാ ക്രിയകൾ കാൺമാൻ എലോഹീം എന്നെയും ഓർക്കുക. വേല നിന്റെ ഓർക്കുക. എലോഹീം ആമേൻ, എലോഹീം എന്നെയും ഓർക്കുക. വേല ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിന്റെ ദാസർക്ക് കർത്താവേ, ഈ നിന്റെ ദാസർക്ക് നീ പോയ വഴിയെ പോകുവാ ആശയോടേശുവേ എന്നെ ഞാനമേ ജീവബലിയായി നൽകുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ഓ അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസർക്ക് ഗീതത്തെ നീ കാട്ടുക. ഓ ആമേൻ. കർത്താവേ, ഈ നിന്റെ ദാസർക്ക് കർത്താവേ, ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. പകൽക്കാലം ആ സമർപ്പണത്തോടെ ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാർ, നാം വചനങ്ങളിൽ വായിക്കുന്നവരും കർത്താവേ ഹല്ലേലൂയ അല്ലാത്തവരും ഒക്കെ പഴയ നിയമ ഭക്തന്മാർ അവർ ഈ ലോകം വിട്ടത് ദൈവസന്നിധിയിൽ വന്നപ്പോൾ അവർക്ക് നിന്ദകളും കഷ്ടങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നു.
ആമീൻ സ്വന്തം ഭവനത്തെ വിടേണ്ടി വന്നവരുണ്ട്. ആമീൻ സ്തോത്രം. അവിടുന്ന് തള്ളപ്പെട്ടവരുണ്ട്, നിന്ദകളേറ്റവരുണ്ട്, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്. ആമേൻ ഹല്ലേലൂയ. അവർക്ക് പലതും നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർക്കതൊന്നും നഷ്ടമായിരുന്നില്ല. അവർക്കതൊന്നും നഷ്ടമായിരുന്നില്ല ദൈവമക്കളെ. ആമേൻ. ഇന്ന് നമുക്കൊന്നും ആ സാഹചര്യമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ വേദനകളൊന്നും കടന്നുപോയിട്ടില്ല. ഞാൻ ഉൾപ്പെടെ ഈ തലമുറകളൊന്നും അത് അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്ദകൾ, കഷ്ടതകൾ, വേദനകളൊക്കെ ആമേൻ സ്തോത്രം അവർ കടന്നുപോയപ്പോൾ അവർ കണ്ട ഒരു നിത്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ്, ജീസസ്. ഹരബലബ ശംദനാരഗാദന. എന്താണ് എൻ്റെ പകൽക്കാലത്തെ കാഴ്ചപ്പാട്? എന്താണ്? ഓ പരിശുദ്ധനെ, ഞങ്ങൾ അങ്ങേ വിട്ടുപോയ സന്ദർഭങ്ങളുണ്ട്. എവിടെ മനസ്താപമുണ്ടോ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങും. എവിടെ കരച്ചിലുണ്ടോ അവിടെ ദൈവത്തിന്റെ കനിവുണ്ടാകും. പഴയ നിയമത്തിലും പുതിയ വചനത്തിലുടനീളം നാം കാണുന്നത് ഹൃദയം നുറുങ്ങിയവരുടെ നടുവിൽ സ്വർഗം ഇറങ്ങിയിട്ടുണ്ട് ദൈവവേദലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഈ ആരാധന വെറും ഒരു ചടങ്ങായി തീരാതെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ കടന്നു വരുന്നു, നമ്മൾ കൂട്ടായി കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം, ഈ കഴിഞ്ഞ രാത്രിയിൽ നീ കിടന്നുറങ്ങി ഹല്ലേലൂയ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ആമേൻ സ്തോത്രം, ഈ പകൽക്കാലം എഴുന്നേറ്റ് നിൽപ്പാൻ നിന്റെ കാലിനെ ബലപ്പെടുത്തിയെങ്കിൽ, നിനക്ക് ശ്വസിപ്പാൻ ആമേൻ ദൈവം നിനക്ക് ആയുസ്സിനെ തന്നെങ്കിൽ, ശാന്തന അവനെ ശക്തിയോടെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ബലത്തോടെ കഴിഞ്ഞ ദിവസം ഞാൻ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടപ്പോൾ ദൈവനോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ ദൈവസന്നിധിയിൽ കടന്നു വാ. നീ എൻ്റെ അടുക്കൽ കടന്നു വാ. നമുക്കിന്നതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഉൾപ്പെടെ എനിക്കിന്നതിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. എനിക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ഞാൻ ഇതൊന്നും പറയാൻ വന്നതല്ല, പക്ഷെ ദൈവാത്മാവെന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഉൾപ്പെടെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ കഷ്ടതകളോ പ്രയാസങ്ങളോ നിന്ദകളോ ഒന്നും അറിഞ്ഞിട്ടില്ല ദൈവമക്കളെ. ഞാൻ പല ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. അബ്രഹാമിനെ കുറിച്ച് വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം 13-ാം വാക്യം, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരു ഐഡന്റിറ്റിയിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ വിശ്വാസികൾ അല്ലേ. നമ്മളെങ്ങനെ വിശ്വസിക്കുന്നത്? കണ്ടിട്ടല്ല നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളെ പറയുന്നതെന്ന് പറഞ്ഞാൽ കാണാതെ വിശ്വസിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭക്തന്മാർ അവിടെ പറയുന്നത് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അതിൻ്റെ 16-ാം വാക്യം, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവനോട് ഒരു കാര്യമാണ്, എൻ്റെ കുഴപ്പം ഇതാ, എന്നിലെ കുറവ് അതാണ്, ഇന്നത്തെ കുറവ് അതാണ്. ദൈവമക്കളെ, എനിക്കെന്താണ് അധികമായിട്ടുള്ളത്? എനിക്കെല്ലാമുണ്ട്. പക്ഷേ അന്ന് അവർക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ കാംക്ഷ നിത്യതയായിരുന്നു. സർവകൃപാലുവായ ദൈവം സകല മഹത്വം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നു. അവൻ താനും നമുക്ക് വേണ്ടി വന്നു. എന്നാൽ നമുക്ക് അല്പമൊന്ന് താഴാമോ? ഈ പകൽക്കാലം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ദൈവപാദപീഠത്തിൽ ഒന്ന് സമർപ്പിക്കാമോ? അവർ കാംക്ഷിച്ചതുപോലെ, അവരാഗ്രഹിച്ചതുപോലെ
ആ നിത്യതയ്ക്ക് വേണ്ടി. എന്നാലേ നമ്മളെ മുന്നോട്ട് നയിക്കത്തുള്ളൂ ദൈവമക്കളെ. അതാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത് ഓരോ ദിവസവും. ആ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ആ അർത്ഥം വരുന്ന ആ വരികൾ ഉണർത്തുന്ന പാട്ടുകൾ പാടി, ചില ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവേൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവേൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവേൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവേൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. കൃപമേ കൃപയായിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ. കരയിൽ നടന്ന ശരണം ശാശ്വത ശരണം. കരയിൽ നടന്ന ശരണം നമ്മൾ കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. പരിശോധനകൾ വരികിൽ മനം പതരാതാശ്രയിച്ചിടുകിൽ. പരിശോധനകൾ വരികിൽ മനം പതരാതാശ്രയിച്ചിടുകിൽ. ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്രയിച്ചിടുകിൽ. ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്രയിച്ചിടുകിൽ. വീണകൾ തീരും സകലവും ശുഭമായി. വീണകൾ തീരും സകലവും ശുഭമായി. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. സ്നേഹിതരേ വരും വെടിഞ്ഞ അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരേ വരും വെടിഞ്ഞ അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരെല്ലാ കുരിശിൽ പെട്ട പാടുകളേടും തക്കരത്താം. സ്നേഹിതരെല്ലാ കുരിശിൽ പെട്ട പാടുകളേടും തക്കരത്താം. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയോ. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയോ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം. ഹല്ലേലൂയ. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം.
എത്ര നല്ലവൻ താൻ രുചിച്ചറിയുന്നേ വരുവീൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ വരുവീൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ വരുവീൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ വരുവീൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ വരുവീൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക ഓ അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലേ പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലേ പലകനീശുവെ മറന്നിരിക്കൂ തന്നെയും ഞാൻ ഘോഷിച്ചിടാം പലകനീശുവെ മറന്നിരിക്കൂ തന്നെയും ഞാൻ ഘോഷിച്ചിടാം വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക ഇസനമൂലെ വടിച്ചുയർന്നു വടകു തകർന്നു തോന്നിയ ഇസനമൂലെ വടിച്ചുയർന്നു വടകു തകർന്നു തോന്നിയപ്പോ ഒടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക ഒടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തുക ഹല്ലേലൂയ ഹല്ലേലൂയ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക ഇന്നെന്ന ഭാരത്താൽ ഇറങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ ഇന്നെന്ന ഭാരത്താൽ ഇറങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക ഓ കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പൂരം കടന്നിടാൻ കഴിവില്ലാതെ കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പൂരം കടന്നിടാൻ കഴിവില്ലാതെ അകത്തും പൂരത്തും പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക അകത്തും പൂരത്തും രക്ഷിച്ച നാഥനെ വാഴ്ത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക ഹല്ലേലൂയ സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക
പ്രശംസയ്ക്കും യോഗ്യനായ കർത്താവേ, യേശുവിന്റെ രക്തം അതിന്റെ ശക്തിയോടെ, അതിന്റെ വലിപ്പത്തോടെ, അതിന്റെ ശക്തിയോടെ മൺകൂടാരങ്ങളിൽ, ഈ മൺകൂടാരങ്ങളിൽ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ഞങ്ങളെ ഒന്ന് ത്വരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരങ്ങൾ മാറ്റുന്നവന്, ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളെ സൗഖ്യമാക്കുന്നവന്, ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നവന്, അബ്ബായെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അബ്ബായെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, അബ്ബായെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാ. സ്തുതിക്ക് യോഗ്യനായവനെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ, ആമേനകളുടെ ആരാധന ഞങ്ങളെ അബ്ബാ സ്വീകരിക്കുന്നതിനാൽ